ഫാറ്റ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് ഫാറ്റ് വളരെ മോശമാണ്. പക്ഷെ ശരിക്കും സത്യം എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല. ഫാറ്റ് നിങ്ങൾക്ക് എനർജി തരും. അതേപോലെ നിങ്ങൾക്ക് വൈറ്റമിൻസ് എ, ഡി, ഇ, കെ ഒക്കെ അബ്സോർബ് ആവണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് മസ്റ്റ് ആണ്. ഫാറ്റിൽ 3 ടൈപ്സ് വരുന്നുണ്ട്. ഒന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഇത് ഹെൽത്തി ഫാറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ മുട്ട, ചിക്കൻ, ഇങ്ങനെയുള്ള നട്ട്സ്, ഒലിവ് ഓയിൽ, ഇങ്ങനെയുള്ള ഫാറ്റ്സ് ഒക്കെയാണ്, അവക്കാഡോ ഒക്കെയാണ് ഹെൽത്തി ഫാറ്റ്സ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് മോഡറേഷനിൽ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ചീസ്, ബട്ടർ, ഇങ്ങനെയുള്ള ഫുഡൊക്കെ. നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ് ഫാറ്റ്. ഇത് എത്ര കുറച്ച് വെക്കുന്നോ അത്രയും നല്ലത്. ഫോർ എക്സാമ്പിൾ ഫ്രൈഡ് ഫുഡ്സ്, ഒരുപാട് ഓയിലി അങ്ങനെയുള്ള ഫുഡ്സ് ഒക്കെയാണ് ട്രാൻസ് ഫാറ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന് ഫാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ ഫാറ്റ് മസ്റ്റ് ആണ്. അതേപോലെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും, അതേപോലെ നമുക്ക് കൂടുതൽ നേരം ഫുൾ ആക്കി വെക്കും, ഒരു സറ്റൈറ്റി ഫീലിംഗ് ഉണ്ടാവും. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഫാറ്റ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഫാറ്റ്സിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ് ഫാറ്റ്സ് ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആർട്ടറി ക്ലോഗ് ആവാനും, അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ ബാഡ് കൊളസ്ട്രോൾ കൂടുകയും ഹാർട്ട് ഡിസീസസിനൊക്കെ ഇതൊരു കാരണമാവും. അപ്പൊ ഇതിന്റെ ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചാൽ, ഫാറ്റിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള ഫാറ്റ്സിന് നിങ്ങൾ ഇതുപോലെയുള്ള ഹെൽത്തി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, വിതിൻ ടോട്ടൽ കാലറീസും ഫാറ്റ്സിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഫാറ്റ് കാരണം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. മെയിൻലി ഇങ്ങനെയുള്ള വില്ലന്മാരെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്താൽ മതി. അപ്പം നാളെ വൈറ്റമിൻസും മിനറൽസിനെ കുറിച്ച് പറഞ്ഞുതരാം.